എരുമപ്പെട്ടി പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നൽകേണ്ട ഫണ്ട് പഞ്ചായത്ത് അധികൃതർ നൽകുന്നില്ലെന്ന് പരാതി. കുടിശ്ശികയായിട്ടുള്ള പണം എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് അങ്കണവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ INTUC രംഗത്തെത്തിയിരിക്കുകയാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അങ്കണവാടികളിലെ വർക്കർമാർ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അങ്കണവാടിയിലെ കുട്ടികൾക്ക് പച്ചക്കറികൾ വാങ്ങിയ വകയിലും കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല് തുടങ്ങിയവ അടച്ച വകയിൽ മാസങ്ങളായി പണം കിട്ടാതെ ജീവനക്കാർ വലയുകയാണ്. ഇതിനു പുറമെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളിലേക്ക് പഞ്ചായത്ത് നൽകേണ്ട അധിക വാടകയും നൽകുന്നില്ല. ഈ തുകയും അങ്കണവാടി ജീവനക്കാർ സ്വന്തം കയ്യിൽ നിന്നും കൊടുക്കേണ്ട അവസ്ഥയാണ്. തുച്ഛമായ ഓണറേറിയമാണ് ജീവനക്കാർക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം 3 ദിവസങ്ങളിലായി നടന്ന പൾസ് പോളിയോ നിർമ്മാർജ്ജന വാക്സിനേഷനിൽ വളണ്ടിയേഴ്സായി പങ്കെടുത്തവർക്ക് ലഭിക്കേണ്ട തുകയും ഇതുവരെയും നൽകിയിട്ടില്ല. അംഗൻവാടി ജീവനക്കാരോടുള്ള ഭരണസമിതിയുടെ അതുപോലെ സൂപ്പർവൈസർമാരുടെ അന്യായമായ രീതികളൊന്നും നിർത്തണമെന്നൊരു ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. തുച്ഛമായ വേതനം വാങ്ങുന്ന അംഗൻവാടി വർക്കർമാരാണ് പച്ചക്കറിയുടെ ബില്ലായാലും പച്ചക്കറി, പാല്, മുട്ട, അതുപോലെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അതുപോലെ തന്നെ വാടക കെട്ടിടങ്ങളിൽ താൽക്കാലികം നിൽക്കുന്ന വാടക കെട്ടിടങ്ങളുടെ അധിക പൈസയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അംഗൻവാടി ജീവനക്കാരെ കൊണ്ട് അവരുടെ ജോലിയിൽപ്പെടാത്ത അധിക ജോലികൾ ചെയ്യിപ്പിക്കുകയാണെന്നും പരാതിയുണ്ട്. അങ്കണവാടി ജീവനക്കാരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് അങ്കണവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ INTUC സംസ്ഥാന സെക്രട്ടറി ബിന്ദു കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. തുച്ഛമായ വേതനം കിട്ടുന്ന ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ പോകുമ്പോൾ ഒരുപാട് പേര് ഈ ഓണറേറിയം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഒരുപാട് അനുഭവിക്കുന്ന വ്യക്തികളായ ഞങ്ങളെ ഇത്രയും ചൂഷണം ചെയ്യുന്ന ഒരു ഭരണസമിതി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് എത്രയും വേഗം ഒരു മോചനം കിട്ടണം. അങ്കണവാടി ജീവനക്കാരോടുള്ള എരുമപ്പെട്ടി ഭരണസമിതിയുടെയും എരുമപ്പെട്ടി പഞ്ചായത്ത് ICDS സൂപ്പർവൈസറുടെയും അവഗണന അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ബിന്ദു കൃഷ്ണകുമാർ അറിയിച്ചു.